ഹായ് ഗൈസ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ഒരു റീറ്റെയിൽ കമ്പനിക്ക് ഹയർ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ ജോബ് എന്താണെന്ന് വെച്ചാൽ അവരുടെ സെയിൽസും കാര്യങ്ങളും മെസ്സി ഡാറ്റ വെച്ചിട്ട് അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്ത് കൊടുക്കുക. അത് സിഇഒക്ക് ഉപകാരപ്പെടുന്നതാണ്. സിഇഒക്ക് അത് ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു പവർ ബി ഐ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ. അപ്പം ഇതിൽ നമ്മൾ പഠിപ്പിക്കാൻ പോണത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പവർ ബി ഐ ഡാഷ്ബോർഡ് ഡെവലപ്മെൻ്റ് ആണ്. ഇതൊരു റിയൽ വേൾഡ് പ്രൊജക്റ്റാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ റീറ്റെയിൽ ഇൻഡസ്ട്രിയാണ്. സോ വെൽക്കം ടു ഡാറ്റ ബൈ ചാനൽ. സോ എന്താണ് പവർ ബി ഐ? പവർ ബി ഐ എന്ന് വെച്ചാൽ എന്താണ് എല്ലാവർക്കും അറിയായിരിക്കും. ഈ പവർ ബി ഐ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പവർഫുൾ ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ്. അപ്പം ഇത് നമ്മളെ ഡാറ്റയായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു, അതിനെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നു, അതിനെ മോഡൽ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ അതിന് ഒരു സൂപ്പറായിട്ടുള്ളൊരു ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡായിട്ടും കൺവേർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് പവർ ബി ഐ. സോ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ അനലിസ്റ്റ്, മാർക്കറ്റേഴ്സ്, ഫൈനാൻസ് ടീം, HR ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഏത് ടീമിലും വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്ന പോലെയാണ്. ലൈക്ക് ഒരു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. നമുക്ക് പവർ ബി ഐനെ കുറിച്ച് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ എന്താ കൊടുത്തതെന്ന് നോക്കി നോക്കാം. പവർ ബി ഐ പറഞ്ഞാൽ ഒരു കസ്റ്റമർ സോഫ്റ്റ്വെയർ സർവീസാണ്. സോഫ്റ്റ്വെയർ സർവീസ് ആപ്പ് കണക്റ്റേഴ്സാണ്. അത് എല്ലാം കൂടി ടുഗദറായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് റിലേറ്റഡ് എല്ലാ ഡാറ്റയും നമുക്ക് അതിന് ഇമ്മേഴ്സീവായിട്ടുള്ള ഇൻസൈറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഷോ ചെയ്യുന്ന ഒരു ആപ്പാണ് പവർ ബി ഐ. സോ നമ്മുടെ ഡാറ്റ മേ ബി എക്സലാവാം, ക്ലൗഡിലാവാം, ചിലപ്പം ഡാറ്റ വെയർഹൗസിൽ കിടക്കുകയായിരിക്കും, ചിലപ്പോൾ SQL, അങ്ങനെ പല ഡാറ്റ സോഴ്സാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പവർ ബി ഐയിൽ. അപ്പോൾ മെയിനായിട്ട് പവർ ബി ഐൻ്റെ പാർട്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ വിൻഡോസ് ഡെസ്ക്ടോപ്പ് ആപ്പും ഉണ്ട്. പവർ ബി ഐ ഡെസ്ക്ടോപ്പ് എന്നാണ് ഞാൻ പറയുക. പിന്നെ ഒരു ഓൺലൈൻ സർവീസ്, സോഫ്റ്റ്വെയർ സർവീസ് ഉണ്ട്, അതിന് പവർ ബി ഐ സർവീസ്. പിന്നെ പവർ ബി ഐ മൊബൈൽ ആപ്പും ഉണ്ട്. സോ ഇത് സാമ്പിളായിട്ടുള്ള പിക്ചറാണ്. ഇത് ഡെസ്ക്ടോപ്പ്, ഇത് സർവീസ്, ഇത് മൊബൈൽ ആപ്പ്. ഇതാണ് മെയിനായിട്ട് പവർ ബി ഐയുടെ 3 എലമെൻറ്റ്സ്. ആൻഡ് നമുക്ക് ഇത് കൂടാതെ വേറെ 2 എലമെൻറ്റ്സും കൂടി ഉണ്ട്. പവർ ബി ഐ റിപ്പോർട്ട് ബിൽഡറും. ഇതെന്താണെന്ന് വെച്ചാൽ പേജ് നെറ്റോട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിന് സെർവറും ഉണ്ട്, നമുക്ക് ഷെയർ ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ഇത് കോമൺ ആയിട്ടുള്ള വർക്ക് ഫ്ലോ പവർ ബി ഐയിൽ ബിഗിൻ ചെയ്യുന്നത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കണക്റ്റിംഗ് ടു ഡാറ്റ സോഴ്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലീനിങ്, മോഡലിങ് കാര്യങ്ങളൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് ബിൽഡിങ് എ റിപ്പോർട്ട്. അതാണ് മെയിൻ ഫ്ലോ. അതിന് ശേഷം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. അത് പവർ ബി ഐ സർവീസ് പബ്ലിഷ് ചെയ്തിട്ട് ബിസിനസ് യൂസേഴ്സ് അല്ലെങ്കിൽ CEO, നമ്മുടെ ഒരു ലെവൽ ഓഫ് ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. മൊബൈൽ ഡിവൈസ് ആയാലും ഏതിലായാലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു പവർ ബി ഐ കമ്പൈൻസ് ഡാറ്റ ആൻഡ് സർവീസസ് ആണ്. ഒരു യൂണിഫൈഡ് എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ പേര്, ഇപ്പോൾ എൻ്റെ എൻവയോൺമെൻറ്റിൻ്റെ പേര് വാട്ട് ദ ഡാറ്റ എന്നാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ സർവീസും ഡാറ്റയും കമ്പൈൻ ചെയ്ത് അതിനെ മേക്ക് ഈസിയർ ടു പെർഫോം അനാലിസിസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഫാബ്രിക് ചെയ്യുന്നത്. സോ പവർ ബി ഐ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഈ സർവീസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണത്. ഇപ്പം പിന്നെ നമുക്ക് അടുത്ത നോക്കാം. പേജ് നെറ്റഡ് റിപ്പോർട്ട്. അത് ആവശ്യമില്ല, ഇപ്പം പേജ് രീതിയിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ ഓൺ പ്രിമിസസ് റിപ്പോർട്ടിംഗ് വിത്ത് പവർ ബി ഐ റിപ്പോർട്ട് സെർവർ. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പവർ ബി ഐ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ നമ്മളെന്താണ് ഈ സീരീസിൽ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ ബിസിനസ് പ്രോബ്ലം എന്താണ്, പിന്നെ നമ്മുടെ ഡാറ്റ സെറ്റ് കണക്ട് ചെയ്യും, എന്നിട്ട് അതിനെ ക്ലീൻ ചെയ്യും. പിന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡാറ്റ മോഡൽ നമ്മൾ സെറ്റ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ഈ പവർഫുള്ളായിട്ടുള്ള ഡാറ്റ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരു പവർഫുൾ ഡാഷ്ബോർഡ് നമ്മൾ ബിൽഡ് ചെയ്യും. നമ്മുടെ ഡിഫറെൻറ്റ് റോൾസിനാണ് ചെയ്യുന്നത്. ഇപ്പോൾ സെയിൽസ് മാനേജർ ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, CEO, അങ്ങനെ പല റോൾസ് അതെല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈനലി നമ്മളത് പബ്ലിഷ് ചെയ്യും, ഷെയർ ടു ഓൺലൈൻ.
അപ്പം നമ്മുടെ ഇവിടെ ഒരു ഫിക്ഷണൽ കമ്പനി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് റീറ്റെയിൽ ചെയിനാണ്. അവർ മെയിനായിട്ട് സെല്ല് ചെയ്യണത് ഇലക്ട്രോണിക്സും ഹോം ഗുഡ്സും ഫാഷനും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. അവരുടെ പ്രസൻസ് മെയിൻ ആയിട്ട് 4 സ്ഥലങ്ങളുണ്ട്: നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. പിന്നെ 75 സ്റ്റോർ ഉണ്ട് അവർക്ക്. സോ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ പവർ ബി ഐ ഡാഷ്ബോർഡ് ഉണ്ടാക്കുക ടു മോണിറ്റർ പെർഫോമൻസ് മെട്രിക്സ് അക്രോസ് പ്രോഡക്റ്റ്, സെയിൽസ് പേഴ്സൺ ആൻഡ് റീജിയൺ. ആൻഡ് ഇത് പ്രോബ്ലം അവർ ഫേസ് ചെയ്യണ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഡാറ്റ മെയിനായിട്ട് മാനേജ് ചെയ്യുന്ന എക്സൽ ഷീറ്റിലാണ്. അപ്പോൾ മെയിൻറ്റെയിൻ ഇൻഡിപെൻഡൻ്റ്ലി 75 സ്റ്റോർ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്ത ദിവസം എന്ന്. സോ അപ്പോൾ അത് ഡിഫിക്കൽട്ട് ഈ ടോപ്പ് മാനേജ്മെൻറ്റുള്ള ആൾക്കാർക്ക് അത് കൺസൾട്ടേറ്റ് ചെയ്യാനും അവരുടെ റിയൽ ടൈം പെർഫോമൻസ് കിട്ടാനും വ്യൂസ് കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാവും. അവരൊന്നും എടുത്ത് നോക്കണം. ആൻഡ് അവർക്ക് അബിലിറ്റി ടു കമ്പയർ KPI അക്രോസ് സോൺസ് ആൻഡ് ഐഡൻറ്റിഫൈ ടോപ്പ് പെർഫോമൻസ് ക്വിക്ക്ലി. അവർക്ക് KPIയും കാര്യങ്ങളൊന്നും മെയിനായിട്ട് ട്രാക്ക് ചെയ്യാനും കമ്പയർ ചെയ്യാനും പറ്റില്ല. അതിൽ ഏതാണ് ടോപ്പ് പെർഫോമർ, ലൈക്ക് ടോപ്പ് സ്റ്റോർ ഏതാണ്, അല്ലെങ്കിൽ ടോപ്പ് സെയിൽസ് പേഴ്സൺ ഏതാണെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇതവരുടെ ഇതാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് CEO ഉണ്ട്, സോണൽ ഹെഡ് ഉണ്ട്, സെയിൽസ് മാനേജർ ഉണ്ട്, പ്രൊഡക്റ്റ് മാനേജേഴ്സ് ഉണ്ട്. ഇവർക്ക് 4 പേർക്കാണ് നമ്മൾ ഡാഷ്ബോർഡ് ഉണ്ടാക്കേണ്ടത്. ആൻഡ് ഡാറ്റ സോഴ്സിൽ നമുക്കുള്ളത് പ്രൊഡക്റ്റ് ID, ഡേറ്റ്, ക്വാണ്ടിറ്റി, സോൾഡ് കാര്യങ്ങൾ. ഇതാണ് ഡാറ്റ സെറ്റിൻ്റെ ഒരു സാമ്പിൾ ഓവർവ്യൂ. പിന്നെ നമുക്കുള്ളത് ബിസിനസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഇതിനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് മന്ത്ലി ആൻഡ് ഇയർലി സെയിൽസ്, പ്രോഫിറ്റ് ട്രെൻഡും, പിന്നെ ഏത് പ്രൊഡക്റ്റാണ് ഏത് കാറ്റഗറിയാണ് മെയിനായിട്ട് പെർഫോം ചെയ്യണത് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഈച്ച് റീജിയണിൽ അല്ലെങ്കിൽ സ്റ്റോർ ഏതാണ് പെർഫോം ചെയ്യണത് മെയിനായിട്ട്, പിന്നെ ആരാണ് ടോപ്പ് പെർഫോമിങ് സെയിൽസ് പേഴ്സൺസ് ആരൊക്കെയാണ്, പിന്നെ നമുക്ക് സെയിൽസ് ടാർഗറ്റ് ഉണ്ടാകുമല്ലോ, അത് എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് പ്രൊജക്ട് സ്കോപ്പിൽ നമുക്ക് KPI ഇൻക്ലൂഡ് ചെയ്യുക, ടോട്ടൽ സെയിൽസ്, പ്രൊജക്ട് പ്രോഫിറ്റ്, ക്വാണ്ടിറ്റി, സോൾഡ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് ഡാഷ്ബോർഡ് റിഫ്രഷും കാര്യങ്ങളൊക്കെ വെക്കണം, മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി അവരുടെ ഇതിനനുസരിച്ച്. പിന്നെ നോൺ ടെക്നിക്കൽ പീപ്പിളിൽ ഇത് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ വിഷ്വൽ ക്ലാരിറ്റി ആണ് ഹൈ ലെവൽ എക്സിക്യൂട്ടീവ് ആൻഡ് ഓപ്പറേഷണൽ ടീമിന്. പിന്നെ ആൻഡ് നമ്മൾ ഇത് ബിൽഡ് ചെയ്യുന്നതോട് കൂടെ അവരുടെ 80% മാനുവൽ റിപ്പോർട്ടിംഗ് ടൈം നമുക്ക് കുറയ്ക്കാനും പറ്റും. അവരുടെ കാര്യങ്ങളൊക്കെയാണ്. നമ്മളടുത്ത പാട്ടിൽ നമുക്ക് എങ്ങനെ പവർ BI ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണും. So stay tuned, let's build this project. So this series is perfect for beginners who want to learn Power BI from scratch, പിന്നെ students building project for their resumes, and professionals looking for upskill, and business owners who want to understand their data. ഞാൻ ഈ ഡാറ്റ സെറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ ഷോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് പവർ BI ഇൻസ്റ്റാളും പിന്നെ അതിലുള്ള ക്വിക്ക് ടു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ആൻഡ് അപ്പോൾ നമുക്ക് തുടങ്ങാം. പവർ BI ജേർണി സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. താങ്ക് യു ഗൈസ്.